നമ്മളിൽ പലർക്കും അല്ലെങ്കിൽ നമ്മൾക്കറിയുന്ന പലർക്കും നഖം കടിക്കുന്ന സ്വഭാവം ഉണ്ടാവും. എന്നാൽ ഇത് നഖത്തിനെ മാത്രമല്ല ബാധിക്കുന്നത്, നിങ്ങളുടെ പല്ലുകളെയും മോണയെയും താടിയെല്ലിന്റെ ജോയിന്റിനെ വരെ ബാധിക്കുന്നതാണ്. നഖം കടിക്കുന്ന സ്വഭാവമുള്ളവരുടെ പല്ലിന് തേയ്മാനവും പൊട്ടലും വിള്ളലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കടിക്കുന്ന ഭാഗത്തുള്ള പല്ലിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കാനാവുന്നതാണ്. ഇനി കാണിക്കുന്ന ഭാഗങ്ങളിൽ ഞാൻ വട്ടം ഇട്ട് വെച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് പല്ലിന് തേയ്മാനം സംഭവിച്ചവ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഈ ഭാഗങ്ങളിലായിട്ടായിരിക്കും ഇവർ നഖം കടിച്ചിട്ടുണ്ടാവുക. ഇത് മാത്രമല്ല സംഭവിക്കുന്നത്, പല്ലുകൾ നീങ്ങാനും വിടവുണ്ടാവാനും നിര തെറ്റാനും ഇത് കാരണമാവുന്നു. അതുപോലെ റൂട്ട് റിസോർപ്ഷൻ, പല്ലിന്റെ വേർ ഭാഗത്ത് തേയ്മാനം ഉണ്ടാവുന്നതുമാണ്. പിന്നീട് പല്ലിന്റെ ബലം നഷ്ടമാവുന്നതാണ്. ഇത് കമ്പിയിടുന്നവർക്കാണ് കൂടുതൽ ബാധിക്കുന്നത്. അതുപോലെ തന്നെ താടിയെല്ലിന്റെ ജോയിന്റുകളെയും ഇത് ബാധിക്കുന്നതാണ്. TMJ പെയിൻ അനുഭവപ്പെടുന്നതാണ്, അതായത് ചെവിയുടെ തൊട്ട് മുൻഭാഗത്തായിട്ട് വേദന അനുഭവപ്പെടുന്നതാണ്. ഇത് കണ്ടിന്യൂസ് ആയി നമ്മൾ നഖത്തിന് ഫോഴ്സ് കൊടുക്കുന്നത് കാരണം എല്ലുകൾക്ക് സ്ട്രെയിൻ സംഭവിക്കുന്നത് കൊണ്ടാണ്. അടുത്തത് മോണരോഗങ്ങൾ. നഖത്തിലുള്ള അണുക്കൾ നമ്മുടെ മോണയെ ഇൻഫെക്ട് ചെയ്ത് മോണരോഗത്തിന് കാരണമാകുന്നതാണ്. കൂടുതലായി നഖം കടിക്കുന്ന ആളുകൾ ടെൻഷൻ കാരണമാണ് കടിക്കുന്നത്. ഇങ്ങനെയുള്ളവർക്ക് രാത്രിയിൽ പല്ല് കടിക്കുന്ന സ്വഭാവം കാണാറുണ്ട്. ഇതും പല്ലുകളെ വളരെ സാരമായി തന്നെ ബാധിക്കുന്നതാണ്. ഇനി ഇത് തടയാനുള്ള കുറച്ച് ടിപ്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ നഖം കടിക്കുന്നത് എന്നതിന്റെ റീസൺ കണ്ടെത്തുക. ടെൻഷൻ അല്ലെങ്കിൽ ആൻസൈറ്റി കാരണമാണെങ്കിൽ അത് ഓവർകം ചെയ്യാനുള്ള വേറെ വഴികൾ കണ്ടെത്തുക. സ്ട്രെസ് ബോൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ സ്ട്രെസ് മാനേജ്മെന്റ് ചെയ്യേണ്ടതുമാണ്. ഇനിയിപ്പോൾ ബോറടിച്ചിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും വിരലുകൾ ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്ത് എൻഗേജ് ചെയ്യുക. ഒന്നുകിൽ എന്തെങ്കിലും വരയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുക, എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക. അതുപോലെ തന്നെ വളർന്നു വരുന്ന നഖഭാഗങ്ങൾ എപ്പോഴും മുറിച്ചു കളയുക. നഖങ്ങളിൽ കൈപ്പുരസം വരുന്ന എന്തെങ്കിലും തേക്കുക. ഇത് നിങ്ങൾക്ക് എപ്പോഴും ഒരു ഓർമ്മപ്പെടുത്തലായിട്ടുണ്ടാവുന്നതാണ്. പെൺകുട്ടികൾ കഴിയുമെങ്കിൽ മാനിക്യൂർ ചെയ്യുക. ഇത്ര ഭംഗിയുള്ള നഖങ്ങൾ നമുക്ക് ഒരിക്കലും കടിക്കാൻ തോന്നുകയില്ല. താങ്ക് യു ഫോർ വാച്ചിങ്.